4 ദിവസങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം കേൾക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന് എല്ലാമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. ഞാൻ 2-3 നിമിഷങ്ങളെ എടുക്കുന്നുള്ളൂ. ഒരു പ്രസംഗത്തിൻ്റെ നടുവിലായതുകൊണ്ടും നമ്മളുടെ ഈ നാളുകളിലൊക്കെ ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, തിരുക്കുടുംബത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയണം. കുട്ടികളെ അതിൻ്റെ ഉത്തമാംശങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമുക്കും അതനുസരിച്ച് കൂടുതൽ ബോധ്യങ്ങൾ വരണം. പ്രത്യേകിച്ച് മാറിയോസേപ്പിനെ കുറിച്ച് എല്ലാവരോടും സംസാരിക്കണം എന്നെല്ലാം ഫ്രാൻസിസ് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. കുടുംബത്തെക്കുറിച്ചുള്ള 2ാമത്തെ സിനഡിലേക്കും നമ്മൾ നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പ അങ്ങനെ പറയുമ്പോൾ മാറിയോസേപ്പിനെ കുറിച്ച് കൂടുതൽ നമ്മൾ വചന പ്രഘോഷണവും ആധ്യാത്മിക ശുശ്രൂഷകളുമൊക്കെ നടത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മാറിയോസേപ്പിനെ കുറിച്ചുള്ള സഭയുടെ ഒരു കാഴ്ചപ്പാട്, സംരക്ഷകൻ, കൊസ്തോസ് എന്ന ലത്തീൻ ഭാഷയിൽ ബെനഡിക്ട് പിതാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, സംരക്ഷകനാണ് മാറിയോസേപ്പ്. അങ്ങനെ ഒരു സംരക്ഷണം മാറിയോസേപ്പ് എല്ലാവർക്കും നൽകുന്നത് കൊണ്ട് തന്നെയാണ് യോസേപ്പ് പിതാവിൻ്റെ പടം വരയ്ക്കുമ്പോഴാണെങ്കിൽ പോലും നല്ല പക്വത വന്ന, പ്രായം വന്ന, തല നരച്ച, താടി നരച്ച ഒരു ചിത്രമാണ്. വാസ്തവത്തിൽ യോസേപ്പിന് അത്രയും പ്രായമൊന്നുമില്ല. മറിയത്തിന് 10-18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, യോസേപ്പിന് അത്രയും പ്രായമുള്ളൂ. പക്ഷെ നമ്മളുടെ കലാകാരൻ്റെ പോലും മനസ്സിലുള്ള ഒരു ചിത്രം, ഒരു സംരക്ഷകൻ, ഒരു പക്വത വന്ന ആൾ വേണം. ഒരു 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ പടം, ചിത്രം, സ്റ്റാച്യു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടല്ല ഒരു രാജ്യത്തും യോസേപ്പിൻ്റെ ഒരു ചിന്ത നമുക്ക് നൽകുന്നത്. ആ ഒരു കാര്യത്തിൽ പോലും ആ സംരക്ഷണത്തിൻ്റെ ഒരു വശമുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഒരു അപ്പിയറൻസിൽ പോലും കൊള്ളാം, ഈ വ്യക്തി നമുക്ക് ഒരു സംരക്ഷണം നൽകുന്നയാളാണ് എന്നുള്ള ആ കാര്യം. വലിയ ദൈവശാസ്ത്രവും ആത്മീയതയും ഒന്നും അറിയത്തില്ലാത്ത കൊത്തുപണിക്കാർ പോലും, അല്ലെങ്കിൽ ആശാരിപ്പണി ചെയ്യുന്നവർ പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം മാറിയോസേപ്പിനെ കുറിച്ച് നമുക്ക് അദ്ദേഹം സംരക്ഷകനാണ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈശോയെ സംരക്ഷിച്ച വ്യക്തി, മറിയത്തെ സംരക്ഷിച്ച വ്യക്തി, അതുകൊണ്ട് തന്നെയാണ് പിന്നീട് സഭയുടെ സംരക്ഷകനായിട്ട് തിരുസഭ യോസേപ്പിനെ കണ്ടെത്തിയത്. തിരുസഭയ്ക്ക് വേറെ എന്താ സംരക്ഷിക്കാനുള്ളത്? ഈശോയെയും മറിയത്തെയും അല്ലാതെ മറ്റെന്താ സംരക്ഷിക്കാനുള്ളത്? സത്യവിശ്വാസത്തിൻ്റെ അതുല്യമായ ഘടകമാണ് മറിയവും ഈശോയും എന്ന് പരിശുദ്ധ ബെനഡിക്ട് പിതാവും ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈശോയുടെ സംരക്ഷകൻ, മറിയത്തിൻ്റെ സംരക്ഷകൻ എന്ന് പറയുമ്പോൾ സഭയുടെ സംരക്ഷകനാണ്. എക്കാലവുമുള്ള സഭയുടെ സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷകനാണ്. അതിനുള്ള ഒരു മാർഗമായിട്ട് സുവിശേഷങ്ങൾ ഈ യോസേപ്പിനെ നമുക്ക് കാണിച്ചു തരുന്നത് അദ്ദേഹം എപ്പോഴും ശ്രവിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് മാലാഖമാരിലൂടെ കണ്ടെത്തിയ ഒരു വ്യക്തി. ഒരിക്കൽ പോലും യോസേപ്പ് സംസാരിക്കുന്നതായിട്ട് സുവിശേഷകൻ രേഖപ്പെടുത്തിയില്ല. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ മാലാഖമാരിലൂടെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അതാണ് ദൈവത്തെ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ മകനായ, ദൈവം തന്നെയായ ഈശോയെയും ദൈവമാതാവിനെയും അതിലുള്ള വിശ്വാസം കൊണ്ടു നടക്കുന്ന നമ്മളെയും സംരക്ഷിക്കാൻ ഒക്കുകയുള്ളൂ. അതാണ് തിരുസഭ യോസേപ്പിനെ കുറിച്ച് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ചിന്ത. അതുകൊണ്ട് ഈ കുടുംബ സിനഡിൻ്റെ കാലഘട്ടങ്ങളിൽ മാറിയോസേപ്പിനെ കുറിച്ച് നമ്മളുടെ കുട്ടികളോടും വിശ്വാസികളോടുമൊക്കെ പറയണമെന്ന് മാർപ്പാപ്പ പറയുമ്പോൾ ഈ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഈശോയെ സംരക്ഷിച്ചു കൊള്ളാം, പരിശുദ്ധ അമ്മയെ
മറിയത്തിൻ്റെ ആ ഒരു മാതൃത്വത്തെ അതെല്ലാം ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ആ ഒരു ഉത്തരവാദിത്വമാണ്. ബെനഡിക്ട് പിതാവ് പറയുമായിരുന്നു, ജോസഫ് ഈസ് ആൻ ആൻസർ. ജോസഫ് ഒരു ഉത്തരമാണ്. അതേ തുടർന്ന് ബെനഡിക്ട് പിതാവ് പറഞ്ഞു, ജോസഫ് ഈസ് ഓൾസോ എ റെസ്പോൺസിബിലിറ്റി. ജോസഫ് ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ദൈവത്തിന് ഉത്തരം നൽകിയ ഒരു വ്യക്തി. മറിയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഈശോയുടെ ജനനം ഒക്കെ സംഭവിച്ചപ്പോൾ ദൈവത്തിന് ഒരു ഉത്തരം കൊടുത്ത വ്യക്തിയും അത് ഒരു ഉത്തരവാദിത്വമായിട്ട് കസ്റ്റോഡിയൻ എന്ന് നമ്മൾ പറയുന്ന, അതായത് ഇത് ഞാൻ സംരക്ഷിച്ചുകൊള്ളാം, ഈശോയുടെ സംരക്ഷകനായിട്ട് ഞാൻ ആയിക്കൊള്ളാം, മറിയത്തെയും അതുപോലെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം. സഭയുടെ പിതാക്കന്മാരെ പറഞ്ഞിട്ടുണ്ട്, ഒരു വിശുദ്ധ സക്രാരിയിൽ വയ്ക്കുന്ന ഒരു വസ്തുവിനെ എന്ന പോലെയാണ് മറിയത്തെ യോസേപ്പ് കാത്ത് സൂക്ഷിച്ചത്. വിശുദ്ധ സക്രാരിയിൽ സൂക്ഷിക്കുന്ന ഒരു യാഥാർത്ഥ്യം പോലെയാണ് മറിയത്തെയും യോസേപ്പ് സംരക്ഷിച്ചത്. അതുകൊണ്ടാണ് ചില ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട്, കൃപ നിറഞ്ഞവളെ, ഫുൾ ഓഫ് ഗ്രേസ് എന്ന് മറിയത്തെക്കുറിച്ച് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. യോസേപ്പിനെ കുറിച്ചും പറയുന്നതിൽ തെറ്റില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി, ഫുൾ ഓഫ് ഗ്രേസ് എന്ന് ജോസഫിനെ കുറിച്ചും നമുക്ക് പഠിപ്പിക്കേണ്ടതാണ്. അതാണ് സത്യം. ഈശോയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ പറഞ്ഞിരിക്കുന്ന നീതിമാൻ എന്നുള്ള ആ ഒരു ശീർഷകം തന്നെ യോസഫിന് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എന്നെല്ലാം ദൈവശാസ്ത്രത്തിലും ആത്മീയതയിലുമൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പം നമുക്കും അതാണ്. ജോസഫ് സംരക്ഷകനാണ്, ജോസഫ് ഒരു ഉത്തരമാണ്, ജോസഫ് ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ദൈവികമായ അംശം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ മാതാപിതാക്കളാണ്, 2-3 കുട്ടികൾ ഒഴികെ. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഒരു ഉത്തരവും ഉത്തരവാദിത്വവുമാണ്. നിങ്ങളാണ് നമ്മളുടെ വീടുകളിൽ സത്യവിശ്വാസം പരിരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത്. നിങ്ങൾ ടീച്ചിങ് നടത്തുന്നവരാണ്, പഠിപ്പിക്കുകയാണ്. ഉണ്ണീശോയുടെ പടം നമ്മൾ കാണുമ്പോഴൊക്കെ യോസേപ്പും ഒന്നെങ്കിൽ മാതാവ് ഉണ്ണിയെ ലോകത്തിന് എടുത്തു കൊടുക്കുന്ന, കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ ചിത്രം, അല്ലെങ്കിൽ യോസേപ്പ് പിതാവും ഉണ്ണിയും കൂടെ ഉണ്ണിയുടെ കയ്യിൽ ഒരു ചെറിയ തടിക്കഷ്ണം കൊടുത്തുകൊണ്ട് കാർപ്പൻട്രി പഠിപ്പിച്ച ആളാണ്. അറിയാവുന്ന തൊഴിൽ ഒരപ്പൻ എന്ന നിലയ്ക്ക് മകനെ അത് പഠിപ്പിച്ച് എടുത്തു. ജോസഫ് ഈസ് ഓൾസോ എ ടീച്ചർ, നല്ലൊരു പ്രബോധകനാണ്. ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ വീടുകളിലും നമ്മൾ യോസേപ്പിനെ കുറിച്ച് കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ കുടുംബം, ആ ഉത്തരവാദിത്വം, അവിടെ സംരക്ഷിക്കപ്പെടേണ്ട വാല്യൂസ്, ഈശോയെക്കുറിച്ചുള്ള ആ വിശ്വാസമാണ്. പരിശുദ്ധ അമ്മയോടും സ്ലീഹന്മാരോടുമുള്ള നമ്മളുടെ ആ അടുപ്പമാണ്. അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട കലവറയായിട്ട് ഈ വീടിനെ നമ്മൾ കരുതണം എന്ന് പറയുമ്പോഴും മാർ യോസേപ്പിന് അതിൽ വലിയൊരു പങ്കുണ്ട്. യോസേപ്പ് ഒന്നും വർത്തമാനം പറയാത്ത ആളായിട്ട് നിൽക്കുമ്പോഴും നല്ലതുപോലെ ശ്രവിച്ച ആളാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് വീടുകളിലും നമ്മളായിരിക്കുന്ന സ്ഥലത്തുമൊക്കെയുള്ള പ്രതിസന്ധികളുടെയൊക്കെ ഒരു കാരണം, ഒരു മൂല കാരണം തന്നെ നമുക്ക് മറ്റുള്ളവരെ ശ്രവിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ മാർപ്പാപ്പ പലതവണ പ്രസംഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഡോണ്ട് സിംപ്ലി ഹിയർ. മറ്റുള്ളവരെ കേട്ടാൽ മാത്രം പോരാ, ഹിയറിങ് മാത്രം പോരാ, യു മസ്റ്റ് ബി ഏബിൾ ടു ലിസൺ ദം. അവരെ ശ്രവിക്കാനുള്ള, അവരുടെ മനസ്സിന്റെ പ്രതിസന്ധികൾ, ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിയുന്ന ഒരു സഭയാണ് നമുക്ക് ആവശ്യം. വെറുതെ കേട്ടിട്ട് അതൊക്കെ നമുക്ക് പിന്നെ കാണാം, അതല്ല. ഹിയറിംഗ് ചർച്ച അല്ല നമുക്ക് വേണ്ടത്, ലിസണിങ് ചർച്ചാണ്. ഈ യോസേപ്പ് അതാണ്. തിരുക്കുടുംബമായിട്ടത് മാറിയതും ഇങ്ങനെ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ലിസൺ ചെയ്യാനുള്ള, ശ്രവിക്കാനുള്ള നല്ലൊരു അപ്പൻ അവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. നമ്മളുടെ വീടുകളിലൊക്കെ അത് ഏറ്റവും വലിയൊരു ആവശ്യമാണ്. ഞാനൊരു ചെറിയ സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യഹൂദന്മാര് അവരുടെ വീട്ടിലെ ആചാരങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ്. നല്ല ദൈവവിശ്വാസമുള്ള, പഴയ നിയമത്തെ മുഴുവനും
നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു പറ്റം ആളുകളാണല്ലോ. അവരുടെ കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് വലിയൊരു സെമിനാർ ഒരിക്കൽ നടക്കുകയുണ്ടായി. പല ദിവസങ്ങളിൽ ഒന്നിച്ച് താമസിച്ച് കുടുംബജീവിതത്തെക്കുറിച്ചെല്ലാമുള്ള പഠനങ്ങൾ, ആ പഠനങ്ങളെല്ലാം കഴിഞ്ഞ് അതിൽ പങ്കെടുത്ത വലിയൊരു പണ്ഡിതൻ അതേക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, യഹൂദന്മാരുടെ ഇടയിൽ ഡൈവോഴ്സ്, വിവാഹമോചനം കുറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് സാബത്ത് ദിവസമുള്ളത് കൊണ്ടാണ്. ഒരു പണിയും വേറെ ചെയ്യാതെ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മക്കളും മരുമക്കളും വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ച് ഇരുന്ന് പരസ്പരം കേൾക്കുന്ന ആ ഒരു ശൈലി ഏത് യഹൂദനും ലോകത്തിൽ എവിടെയാണെങ്കിലും അത് ചെയ്തിരിക്കും. നിങ്ങൾക്ക് പരസ്പരം വീട്ടിനുള്ളിലിരുന്ന് കേൾക്കാനുള്ള സാബത്ത് എന്ന ആ ദിവസം, വേറെ ഒരു ജോലിക്കും പോകേലാത്തൊരു ദിവസം അതിനു വേണ്ടിയുള്ളത് കൊണ്ടാണ്. വലിയൊരു അർത്ഥശുദ്ധിയുള്ള ഒരു കമന്റാണ് ആ പണ്ഡിതൻ പറഞ്ഞത്. നമ്മളുടെ വീടുകൾക്ക് ഉള്ള നേട്ടം അതൊക്കെയായിരുന്നു. ഇന്ന് കുറെയെല്ലാം നമ്മളിൽ നിന്നും അത് അപ്രത്യക്ഷമായി പോകുന്നുണ്ട്. പരസ്പരം കേൾക്കാൻ, കാണാൻ, കുട്ടികളുടെ അടുത്തിരിക്കാൻ, ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചായിരിക്കാൻ, വലിയ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, വീട്ടിലുള്ള മറ്റു അംഗങ്ങളുണ്ടെങ്കിൽ അവരോട് കൂടിയായിരിക്കാൻ, അങ്ങനെ ഇരിക്കുന്ന ഒരു വീട് യോസേപ്പ് നമുക്ക് നൽകുന്ന ഒരു കരുതൽ അതാണ്. കൂടുതലായിട്ട് കേൾക്കാനും ആ സ്വാഭാവിക വികാരങ്ങളൊക്കെ മാറ്റി നിർത്തി ദൈവം പറഞ്ഞു തരുന്ന ആ കാര്യങ്ങൾ നടപ്പിലാക്കുവാനുമുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാട്. നമ്മുടെ വീടുകളിലൊക്കെ ഈ മീനച്ചിൽ താലൂക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ മാതാപിതാക്കള് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. നമുക്ക് ഇത്രയും അച്ഛന്മാരും മെത്രാന്മാരും സിസ്റ്റേഴ്സും എല്ലാം കലാരൂപതയിൽ നിന്ന് വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും ഉള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് മാത്രമാണ്, പ്രധാനമായിട്ടും അത് തന്നെയാണ്. അതില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്തരം ജീവിതക്രമത്തിലേക്ക് ആരൊക്കെ വരുന്നുവോ അവർക്കെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വലിയൊരു ഒരു മാതൃത്വം അത്തരത്തിൽ സൂക്ഷിക്കുന്ന ഒരു രൂപതയാണ്. നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ. നിങ്ങൾ ഈ പട്ടണത്തിന്റെ നടുവിൽ താമസിക്കുന്നവരാണ്. നമ്മളുടെ ആ ജീവിതക്രമം ഈ പട്ടണത്തെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന് ഇടയാകണം. ഈ ധ്യാനാവസരങ്ങളിലും നിങ്ങളുടെ വീട്ടിലുള്ള സാധിക്കുന്ന എല്ലാവരും ഇതിൽ വന്ന് പങ്കെടുക്കണം. നമ്മൾ മറ്റുള്ളവരെ കേൾക്കുമ്പോൾ, മറ്റുള്ളവരെ ശ്രവിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം കിട്ടും. പ്രത്യേകിച്ച് ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട്, സുവിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ സന്ധ്യകളിൽ ഇവിടെ വന്ന് കേൾക്കുവാനുള്ള അവസരം നിങ്ങളത് പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കണം. നിങ്ങൾ എന്താണ് കേൾക്കുന്നത് എന്ന് ഈശോ ചോദിച്ചിരുന്നല്ലോ. ദൈവവചനം കേൾക്കാനുള്ള അവസരമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്ത് കേൾക്കുന്നു? വചനം കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് വായിക്കുന്നു? ബൈബിളാണോ വായിക്കുന്നത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ആഴമുള്ള വിശ്വാസത്തിലേക്ക് വരുന്നത്. വേലക്കാരൻ യജമാനൻ ജോലിക്കാരെ വിളിച്ചപ്പോൾ യാതൊരു ജോലിയുമില്ലാതെ അവസാനത്തെ മണിക്കൂറിൽ വെറുതെ നിന്നവരോട് ഈശോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങളെ ആരും വിളിച്ചില്ല, ഞങ്ങളോട് ആരും സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല, ഞങ്ങളോട് ആരും ഈശോയെക്കുറിച്ച് ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് ആരും ദൈവമാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആരും ഞങ്ങളെ ഇതുവരെയും വിളിച്ചില്ല. അവർ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. നമ്മൾ ഈ ഗ്രാൻഡ് മിഷനിലൂടെ എല്ലാവരെയും വിളിക്കുകയാണ് ദൈവവചനം കേൾക്കുവാനും ദൈവവചനം പഠിപ്പിക്കുവാനുമായിട്ട്. ആരും ഞങ്ങളെ വിളിച്ചില്ല എന്ന് ഈ പുത്തൻപള്ളിക്കാർക്ക് ആർക്കും പറയാൻ ഇടവരുത്തില്ല. എത്രയോ ദിവസമായിട്ട് വിചാരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ സർക്കിളിലുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്കറിയാം. ആ വിളി നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ മക്കളെ ആ വിളി കേൾപ്പിക്കണം. അങ്ങനെയാണ് നമുക്ക് നല്ല കുടുംബങ്ങളായിട്ട് മാറേണ്ടത്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിന്റെയും ബെനഡിക്റ്റ് പിതാവിന്റെയും ഒക്കെ ആ ഒരു ചൈതന്യത്തിൽ നമ്മുടെ മക്കളെ വളർത്തുവാൻ നമുക്ക് സാധിക്കുന്നതെല്ലാം ആ ഒരു വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കുമ്പോഴാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിചാരിച്ചിനെയും ധ്യാന ടീം അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നിങ്ങളെല്ലാവരെയും അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു.